രാമായണ പാരായണം 19. രാവണ മാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതു ചിത്രഭാനുവും ഉദയാദ്രിമൂർധനിവു നിന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാരികപുരുവത്തോടും മൗനവും പൂണ്ട് ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു ധമാതി പൂണ്ടാമോദത്തോടെ പരിവീടിന മാരീചനും ആത്മനാഗൃഹത്തിങ്കൽ ആഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ട് സംഭ്രമത്തോടെ ഉത്ഥാനം ചെയ്തുകൊണ്ടുകൊണ്ട് തന്മാരിലണച്ച ആനന്ദാശ്രുക്കളോടും പൂജിച്ച് യഥാവിധി പാലിച്ച് ദശകണ്ഠൻ യോജിച്ച് ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളവരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യം ഏവം കേട്ട് രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്ക് നിന്നെ പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരുണ്ടായുണ്ട് പോൽ രാമലക്ഷ്മണന്മാരും ഇരുകാലം കോമളഗാത്രിയായ ഒരു അങ്കനാരത്നത്തോടും ദണ്ഡകാരണ്യെ വന്നു വാഴുന്നിരവർ ബലാൽ. എന്നോട് ഭഗിനി തൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ കരാദികൾ ചെന്നത് 14,000 അവരെയും നിന്ന് താനേകനായിട്ട് ഇത് എതിർത്തിരണത്തിങ്കൽ കൊന്നിത് 3.25 നാഴിക കൊണ്ട് രാമൻ. താൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ. ഇന്ന് തന്നെ ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്നടവിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ട് ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തിഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ച് ഭയത്തോടും ഈ വണ്ണം ഉര ചെയ്താൻ, ആരുപദേശിച്ചത് മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ ആ അവസരം തന്നെ പാർത്തിരിപ്പോ ഒരു ശത്രുവാകുന്നതവൻ. നല്ലത് നിനക്ക് ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ, നല്ലതല്ലേതും നിനക്ക് ഈ തൊഴിലറിയ നീ. രാമചന്ദ്രനുള്ള ഭീതി കൊണ്ട് അകതാരിൽ മാവകേ രാജരത്ന രമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ, ഞാൻ അതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു കൊണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടാൻ പൗലസ്ത്യപ്രഭു. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മനോചനൻ അരുൾ ചെയ്തത് വാത്സല്യത്താൽ. എന്ത് ഞാൻ വേണ്ടുന്നത് ചൊല്ലുവെന്നത് കേട്ട് ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിധി. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട് പാന്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെയെന്ന് സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാവസർക്കെല്ലാം. മാനുഷനല്ല രാമൻ, സാക്ഷാൽ ശ്രീനാരായണൻ താനെന്ന് ധരിച്ച് സേവിച്ചു കൊള്ളുക ഭക്ത്യ. പോയാലും പുരമ്പുക്ക് സുഖിച്ചു വസിക്ക നീ, മായാമനുഷ്യൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ, ഭക്തവത്സലൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞത് കേട്ട് രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണസ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്ത് മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കല്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമല്ല അല്ലെന്നാക്കുവാൻ ആളാരടോ. നന്നു നിന്ന അജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും. ഒന്നുകൊണ്ട് ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്ന് മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം.
ഉത്തിഷ്ട മഹാഭാഗ, പൊന്മാനായി ചമഞ്ഞു ചെന്ന് എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങി പോന്നിടുവൻ, പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനെ മറുത്ത് നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്ക് ഊണാക്കിയിടുന്നത് ഉണ്ട് ഇന്നു തന്നെ എന്നത് കേട്ട് വിചാരിച്ചത് മാരീചനും, നന്നല്ല ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം, പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ. രാമസഹായകമേറ്റ് മരിച്ചാൽ എന്ന് ചിന്തിച്ച് ആമോദം പൂണ്ട് പുറപ്പെട്ടാലും എന്ന് ചൊന്നാൻ, രാക്ഷസരാജാ ഭവാനാൽ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു ഒഴുക പോറ്റി എന്നുര ചെയ്ത് വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തിഗന്ധരൻ തേരിലാം മാറുകരേറിനാൻ, ചെന്താർബാണവും തേരിലേറിനാൻ. അത് നേരം ചെന്താർബാണനും തേരിലേറിനാൻ. അത് നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ച് ദശാസ്യന് മന്ധനായി ചമന്നിയത്. മാരീചൻ മനോഹരമായ ഒരു പൊന്മാനായി ചാരുപുള്ളികൾ വള്ളി കൊണ്ട് നേത്രങ്ങൾ കൊണ്ട് നീലക്കൽ കൊണ്ടു ചേർത്ത് മുഗ്ധഭാവത്തോട് ഓരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പൊക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്ന് കടാക്ഷിച്ചും രാഘവാസ്ത്രശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദ്രമുഖി സീത കണ്ട് വിസ്മയം പൂണ്ടാൾ. രാവണ വിജേഷ്ഠിതമറിഞ്ഞ് രഘുനാഥൻ ദേവിയോട് അരുൾ ചെയ്ത ആനേകാന്തേ കാന്തേ കേൾനീ, രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ വിഷ്ണുരൂപേണ വരും അന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം അതിന് മടിയാതെ, മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കിൽ മറഞ്ഞു വസിക്ക നീ തന്നെ, രാവണവധം കഴിഞ്ഞുകൂടുവോളം. ആശ്രയാശങ്കൽ ഒരാണ്ടിരുന്നിടണം ജഗദാശ്രയഭൂതേ സീതേ, ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കെട്ട് ജാനകി ജയവിധാനം, കോമളഗാത്രികമായ സീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിത് മഹാവിഷ്ണുമായയുമപ്പോൾ. മായാനിർമ്മിതമായ കനകമൃഗം കണ്ട് മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൻ, ഭർത്താവെ കണ്ടില്ലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം, പേടിയില്ലിതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മരിക്കമുണ്ടെത്രയും എന്ന് തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിത് നമുക്കിന്ന്, വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങി പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ. മൈഥിലി വാക്യം കേട്ട് രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോട്, നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവുണ്ടാകാതെ. യാതുധാനന്മാരുണ്ട് കാരണം തന്നിലെങ്ങും എന്നരുൾ ചെയ്ത് ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നത് മൃഗത്തെ കൈക്കൊള്ളുവാൻ. ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞ്, അടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും, പടുത്വമോട് ദൂരെ കുതിച്ചു ചാടും അപ്പോൾ. ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായ അത് നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനോ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വൻമല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാനയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധിഫലം പാഹിമാം ദയാനിധേ. മാതൃനാഥം കേട്ട് ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുകപടി വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ
രക്ഷിച്ചു കൊള്ളുക എന്ന് ലക്ഷ്മണ മടിയാതെ. ലക്ഷവീരന്മാരിപ്പോൾ കൊല്ലും, അല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണൻ അത് കേട്ടില് ജാനകിയോട് ചെന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി, കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നത് അവൻ, നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞത് അവൻ തന്നെ. അന്ധനായി ഞാനും ഇത് കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുപടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തികന്ധരൻ തനിക്ക് അതിനുള്ള ഉപായമെന്ന് ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നു. ഇതത്രയല്ല, ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠൻ ഉണ്ടാകയില്ല, രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അത് കേട്ട് കണ്ണുനീർ തൂക്കി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അത് നേരം, രക്ഷോജാതിയിൽ അത്രേ നീയും ഉണ്ടായി നൂനം. ഭ്രാതൃനാശത്തിന് കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ, ഞാനിതോർത്തിയില്ലയല്ലോ. രാമനാശാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യാർത്ഥം അവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നത് നീയും. രാമന് നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്ക് എന്നെ കിട്ടുകയില്ല താനും. ഇന്ന് പ്രാണത്യാഗം ചെയ്യുവൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യുതനായ നിന്നെ സോദരബുദ്ധിയാ ധരിച്ചീല രാഘവനേതും. രാമനെ ഒഴിഞ്ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാലേ തീണ്ടുകയില്ലല്ലോ. ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തിപ്പുനരെ അവളോടുര ചെയ്താൻ, നിനക്ക് നാശമടുത്തിരിക്കുന്നത് പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാ താനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി. തിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുവിൻ. മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ പരമേൽപ്പിച്ച് അന്തം പൂർവജൻ തന്നെ കാണുവാൻ നടന്നു സൗമിത്രിയും. പൂർവജൻ തന്നെ കാണുവാൻ നടന്നു സൗമിത്രിയും.